ഫ്രണ്ട്സ്, വളരെ മനോഹരമായിട്ടുള്ളൊരു ഫ്ലവറാണ് ചെയ്യുന്നത്. അതും സാറ്റൻ റിബൺ കൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കണ്ടില്ലേ, ഇത് പിങ്ക് കളർ സാറ്റൻ റിബണാണ്. പിങ്ക് കളർ എന്ന് വെച്ചാൽ എനിക്ക് ഏറെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറാണ്. അതിൻ്റെ ഇഷ്ടം പോലെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ എന്ന് വെച്ചാൽ നല്ല ഈ ഒരു സാറ്റൻ റിബണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല മിനുസമായിട്ടുള്ളൊരു ഗ്ലിറ്റേർഡ്, അതായത് നല്ല തിളക്കമാർന്നൊരു റിബൺ തന്നെയാണ്. ഒരുപാട് ഫ്ലവേഴ്സ് നമുക്കിതിൽ നിന്ന് ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ. കണ്ടില്ലേ, നമുക്കൊരു നിശ്ചിത വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അത് കട്ട് ചെയ്തിട്ട് ഒരു പീസ് എടുത്ത് രണ്ടായിട്ട് മടക്കി അതിന് ഒരു ഷേപ്പ് പോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഫ്ലവർ എന്ന് വെച്ചാൽ പണ്ട് നമുക്ക് സീനിയർ ഫ്ലവേഴ്സൊക്കെ കിട്ടത്തില്ല, അതുപോലെ ഒരുപാട് ഫ്ലവേഴ്സുകൾ നമുക്ക് ചെയ്യാൻ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഫ്ലവേഴ്സ് ഇത് ഒരു പെറ്റൽ കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു പെറ്റൽ രണ്ടെണ്ണം കൂടി ചേർത്ത് വെച്ച് ഒട്ടിച്ച് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് 10-25 പെറ്റൽസ് ഞാൻ 2 ഫ്ലവർ ചെയ്യാനായിട്ടാണ് 10-25 കൂടുതൽ പെറ്റൽസ് ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു ഫ്ലവർ ഐറ്റമാണിത്. എന്നിട്ട് ഇതിൽ വെച്ച ഗോൾഡൻ വയറാണ്. ആ ഗോൾഡൻ വയറിൽ ടേപ്പ് ചുറ്റി അങ്ങ് വെക്കുകയാണ്. നമുക്ക് വേണ്ടുന്ന ഗോൾഡൻ വയർ കട്ട് ചെയ്ത് ടേപ്പ് ചുറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സമയം ലാഭം കിട്ടും. ഇതെല്ലാം രാത്രി സമയങ്ങളിലായിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചുറ്റി വരിഞ്ഞങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഈ കട്ട് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സാറ്റൻ റിബണിൻ്റെ നീളം നമുക്ക് വേണ്ടുന്ന ഒരു നിശ്ചിത ഒരു മീഡിയം സൈസാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചെറുതുമാക്കാം, വലുതുമാക്കാം, നമുക്ക് ഇഷ്ടമുള്ള മോഡലിൽ. അതിൽ 2 ഡബിളായിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഫ്ലവറിനെ ക്രിയേറ്റ് ചെയ്യാം, 2 അടുക്കായിട്ട് ചെയ്യാം. ഇതിപ്പം 2 അടുക്കല്ല, ഒരു അടുക്കിലാണ് ഫ്ലവർ ചെയ്യുന്നത്. വേറൊരു മെത്തേഡായിട്ട് നമുക്ക് വലിയ സൺഫ്ലവറിൻ്റെ കണക്ക് തന്നെ ഒരു ഓറഞ്ച് കളറിലെ ഫ്ലവറില്ലേ, അത് എൻ്റെ കണക്ക് വലിയ മുട്ടനൊരു ഫ്ലവർ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അതുപോലെ വലിയൊരു ഫ്ലവറാണ് ചെയ്തത്. അതിൻ്റെ സെൻറ്ററിൽ വെക്കാനായിട്ട് നമ്മൾ യെല്ലോ പ്ലസ് റെഡാണ് ചെയ്തിരിക്കുന്നത്. ഇനി ആ കട്ട് ചെയ്തിരിക്കുന്നതിൽ എപ്പോഴായാലും ഇതൊരു ലൈറ്റർ യൂസ് ചെയ്തിരിക്കണം. ഈ ഒരു സാറ്റൻ റിബണിൽ അടിഭാഗത്ത് വെച്ച് പെട്ടെന്ന് ആക്കുമ്പോഴത്തേക്ക് ഇത് അങ്ങോട്ട് വളഞ്ഞ് വരും. നമ്മൾ അങ്ങനെയാണ് ഈ ഫ്ലവർ ക്രിയേറ്റ് ചെയ്യുന്നത്. മുകളിലോട്ടാണെങ്കിൽ നേരെ തിരിച്ചാണ് വെക്കേണ്ടത്. ഇത് അടിഭാഗത്ത് നമ്മൾ ചൂട് കൊടുക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് ചൂട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു നിമിഷവും കൂടി വൈകിപ്പോയാൽ അതെല്ലാം കൂടി ഉരുകി ആ ഒരു ലൈറ്ററിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ട് അത് ഓൺ ചെയ്യുന്നതും കൊടുക്കുന്നതും ഒരുമിച്ചായിരിക്കണമെന്ന് മാത്രം. ഇത് കണ്ടില്ലേ, ഇങ്ങനെ വെച്ച് ഒട്ടിച്ചൊട്ടിച്ച് ചേർത്ത് ഒട്ടിച്ചൊട്ടിച്ചെടുക്കാനായിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തതും. അതിൻ്റെ ഒരു താഴെ ഭാഗവും നമ്മൾ ലൈറ്റർ യൂസ് ചെയ്താണ് ചൂടാക്കി എടുക്കുന്നത്. കാരണം ഇത് സാറ്റൻ റിബൺ ആയതുകൊണ്ട് ചെറിയ ഇഴകളായിട്ടത് ഇതുപോലെ ഓരോന്ന് അടുക്കി വെച്ച് താഴത്തെ ഭാഗം മാത്രമാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇതിൻ്റെ ഓരോന്നും കട്ട് ചെയ്ത് കുറച്ച് സമയം എടുക്കും. എന്നാൽ നമ്മളെല്ലാം കട്ട് ചെയ്ത് വേറെ മാറ്റി വെച്ചിരിക്കുകയാണ്. അതിലെല്ലാം ലൈറ്റർ യൂസ് ചെയ്താണ് നമ്മൾ ചൂടാക്കി അതിൻ്റെ ഒരു അരുവെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ നൂലുകൾ ഇഴ വിട്ടു പോവും. അപ്പം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് നീറ്റാക്കി വെച്ച് ഇനിയെന്ന് വെച്ചാൽ ആ ഒരു ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടില്ലേ, ഗോൾഡൻ വയറിൽ ടേപ്പ് ചുറ്റി വെച്ചിരിക്കുന്നതിലോട്ട് ആ ഒരു B7000 എന്ന ഗം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ഫെവിബോണ്ട് യൂസ് ചെയ്യാറേ ഇല്ല. അതിലോട്ട് ടിഷ്യൂ പേപ്പർ, ഏത് ഫ്ലവർ ചെയ്യുന്നതിന് നമ്മൾ കുറച്ച് കട്ടിക്ക് അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ടിഷ്യൂ പേപ്പർ ചുരുട്ടി വെക്കാമെങ്കിൽ ആ ഫ്ലവർ കാണാൻ തന്നെ നല്ലൊരു ഭംഗി, അതായത് ഉയർന്ന് താഴോട്ട് വരുന്തോറും അത് വിടർന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റും. കുറച്ചും കൂടി വീതിക്ക് വെക്കുകയാണെങ്കിൽ വലിയ ഫ്ലവർ ആക്കാൻ പറ്റും. അത് ഇതിന് മുന്നേ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇത് ഒറ്റ ഫ്ലവറാണ്, ഡബിളായിട്ടുള്ള ഫ്ലവറല്ല. ഇത് ഞാൻ ഇതുപോലെ തന്നെ യെല്ലോ സാറ്റൻ റിബൺ എടുത്ത് വെറുതെ കട്ട് ചെയ്ത് അത് ചൂടാക്കിയപ്പോൾ കണ്ടില്ലേ, ചുരുങ്ങി അങ്ങ് പൊക്കോളും. ഒന്ന് പെട്ടെന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് ലൈറ്റർ ഒന്ന് പിടിച്ചാൽ മാത്രം മതി, പെട്ടെന്ന് അത് ചുരുങ്ങേണ്ട ഭാഗങ്ങളെല്ലാം പെടാന്ന് പറഞ്ഞു ചുരുങ്ങി അങ്ങ്. അഥവാ ചുരുങ്ങിയില്ല ഒന്നും കൂടി ഒന്ന് ഓടിച്ചങ്ങ് ചൂടാക്കി എടുക്കുകയാണ്. കുറച്ച് സമയം അവിടെ പിടിച്ചുകൊണ്ട് നിൽക്കരുത്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ കുറച്ച് കട്ട് ചെയ്തൊന്ന് ഓടിച്ച് നോക്കിയിട്ട് വേണം പിന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് വെക്കാനായിട്ട്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഇത് ഏറ്റവും സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ ചുറ്റി വരിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചുറ്റി വയ്ക്കുന്നത്. ആദ്യം യെല്ലോ ആണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാം. ഞാൻ യെല്ലോ ചെയ്ത് അതിനുശേഷം റെഡും അതേപോലെ തന്നെ ചെറിയൊരു പീസാക്കി അതിനെ വെറുതെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ലൈറ്റർ യൂസ് ചെയ്ത് ചൂടാക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന്
ഓടിച്ചങ്ങ് പോകുമ്പോഴത്തേക്ക് ചുരുങ്ങി ചുരുങ്ങി അങ്ങ് പൊയ്ക്കോളും. അപ്പോഴത്തേക്ക് പിന്നെ അത് ഇളകി പോകത്തില്ല, അതിൻ്റെ നാരായിട്ട് അത് ഇളകി പോകത്തില്ല. കണ്ടില്ലേ, പെട്ടെന്ന് അത് ചൂടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഏറ്റവും സൂപ്പറാണ്. എന്താ അക്ലിക് കളർ എന്ന് പറയുന്ന കണക്ക് തന്നെയാണ് ഇത് ഒരു സാറ്റൻ റിബൺ എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഫ്ലവർ, വ്യത്യസ്തമായിട്ടുള്ള ഫ്ലവറുകൾ നമുക്ക് ഒരുപാട് ചെയ്ത് നമ്മൾ കണ്ണിൽ കാണുന്ന ഫ്ലവേഴ്സ് എല്ലാം നമുക്ക് ഈ സാറ്റൻ റിബണിൽ പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ സോക്സും അതുപോലെ പിന്നെ ഓർഗൻഡ് ക്ലോത്തൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോഴെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഈ ഒരു സാറ്റൻ റിബണിലോട്ട് ഇത് കയറിയിരിക്കുക. അത്രയ്ക്ക് മനോഹരമാണ്. അത്രയ്ക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഈ സാറ്റൻ റിബൺ ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ. ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാലേ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. അപ്പം ഉണ്ടല്ലേ, അതിലെല്ലാം നമ്മൾ B7000 എന്ന ഗമ്മ് തേച്ചതിന് ശേഷം വെറുതെ ചുറ്റി അങ്ങ് വെക്കുകയാണ്. അത് ഏറ്റവും അടിയിലെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഓരോ ലെയറായിട്ട് ഒട്ടിച്ചു. ആദ്യം യെല്ലോ കളർ, ഗോൾഡൻ കളർ, പിന്നെ അത് കഴിഞ്ഞ് റെഡ് കളർ. ഇനി അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ പിങ്ക് കളറിൻ്റെ തന്നെ കുറച്ച് വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്ത് ചുരുക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഞാൻ ഒട്ടിച്ച് ഒരു 1 ലെയറിന് വേണ്ടിയിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതെന്ന് വെച്ചാൽ താഴെ മാത്രമാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിലോട്ട് ആ ഒരു ഗ്ലൂ ഒട്ടിച്ചിട്ടേ ഇല്ല. അതിനുശേഷം ഇനി അത് ചുറ്റി വരിയാൻ പോവുകയാണ്. കണ്ടില്ലേ, ഇത് അതിന് തൊട്ട് മുന്നേ ആയിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് അതും ലൈറ്റർ യൂസ് ചെയ്ത് ചൂടാക്കി വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും മുകളിൽ. ഇനി അതായത് ഗോൾഡൻ കളർ, പിന്നെ റെഡ് കളർ, അത് കഴിഞ്ഞിട്ട് പിങ്ക് കളറിൻ്റെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യുക. അതൊരു എത്രയായാലും ഫ്ലവറിൻ്റെ അതാത് കളറിൻ്റെ തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ചെറുതായിട്ട് വന്നതിന് ശേഷമാണ് പിന്നെ വലിയ ഇതളുകൾ വന്ന് കംപ്ലീറ്റ് നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ആ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും ചൂടാക്കി കണ്ടില്ലേ, ലൈറ്റർ യൂസ് ചെയ്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം കണ്ടില്ല, അത് പല ഷേപ്പിലിരിക്കണം. അതാണ് അതിൻ്റെ ഒരു ഭംഗി. ഇപ്പം തന്നെ ഓൾറെഡി ഒരു ഫ്ലവർ ആയിക്കഴിഞ്ഞ്. സൺഫ്ലവർ നമുക്ക് ഇതുപോലെ ചെയ്യാം. സൺഫ്ലവർ ഞാൻ ചെയ്തിട്ടില്ല, അത് ചെയ്യാം ഉടനെ. കണ്ടില്ലേ, എന്നിട്ട് ഇത് ചുറ്റി കണ്ട അതിലെല്ലാം B7000 എന്ന ഗമ്മ് തേച്ചതിന് ശേഷം വെറുതെ ഒന്ന് സ്പീഡിന് ചുറ്റിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ആ ചുറ്റിയതിന് ശേഷം ഇനി അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഗ്രീൻ സാറ്റൻ റിബൺ. അതെന്ന് വെച്ചാൽ ഈ ഒരു ഫ്ലവറിൻ്റെ ഏറ്റവും അടിയിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ആ ഒരു അതായത് ഒരു ഇതളിൻ്റെ ഷേപ്പിൽ കുറച്ച് ഉണ്ട്, 1 2 3 3 താഴെ ഒട്ടിച്ച് ആക്കുമ്പോഴേക്കും അത് റൗണ്ട് ചെയ്ത് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. മനോഹരമായി മുട്ട ഫ്ലവർ. എനിക്ക് വലിയ ഫ്ലവേഴ്സ് ഒരുപാട് ഇഷ്ടമുള്ള ഐറ്റംസാണ്. കണ്ടില്ലേ, ആ വലിയ ഫ്ലവർ ആയിക്കഴിഞ്ഞ് ആ ഒരു അതിൻ്റെ ആ നീളം കൂടുതൽ എടുത്തത് കൊണ്ടാണ് ഈ വലിയ ഫ്ലവർ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റിയത്. അതുപോലെ ബാക്കിലോട്ട് ടേൺ ചെയ്താണ് കിടക്കുന്നത്. അത് നമ്മൾ ഈ ലൈറ്റർ യൂസ് ചെയ്യുന്ന കണക്കിരിക്കും. ഇനി അതിൻ്റെ ലീവ്സിന് വേണ്ടിയിട്ടും വലിയ ലീവ്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. വലിയ ലീവ്സ് ആക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മോനിൻ്റെ അടുത്ത് അവർ ഭയങ്കര ഇഷ്ടമായി ആ ഒരു ഫ്ലവർ. അതിൻ്റെ ലീവ്സ് ഇതുപോലെ കട്ട് ചെയ്ത് വെറുതെ ലൈറ്റർ യൂസ് ചെയ്തിട്ട് മനോഹരമാക്കി എടുക്കാനും പറ്റും. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഫ്ലവർ.